ഡ്രാഗൺ ബോട്ടിനെ പത്തനംതിട്ട നിരണത്തെത്തിച്ച് നിരണ വള്ളസമിതി. കേരളത്തിൽ ആദ്യമായാണ് ഒരു വള്ളസമിതി ദേശീയ ഗെയിംസിൽ മത്സര ഇനമായ ഡ്രാഗൺ ബോട്ട് സ്വന്തമാക്കുന്നത്. ബോട്ട് എത്തിയതിന് പിന്നാലെ നിരണത്ത് വാട്ടർ സ്പോർട്സ് അക്കാദമിയും രൂപീകരിച്ചു. വള്ളവും വള്ളംകളിയും അന്യമല്ലാത്ത അപ്പർ കുട്ടനാട്ടിലാണ് ഡ്രാഗൺ ബോട്ടിന്റെ വരവ്. നിരണം ചുണ്ടൻ വള്ളസമിതിക്ക് നിരണം നിവാസിയായ വ്യവസായിയും മുൻ പഴങ്ങേരിൽ മണലയിൽ MO വർഗീസാണ് ഡ്രാഗൺ ബോട്ട് സ്പോൺസർ ചെയ്തത്. അപ്പം സ്പോർട്സിൽ ഞാൻ 52 വർഷം മുമ്പാണ് എയർഫോഴ്സിൽ ചേർന്നത്. ഇതുവരെയും എനിക്കൊരു പിൻഗാമിയെ ഞാൻ കണ്ടിട്ടില്ല. വളരെ പ്രയാസമുണ്ട്. ഞാൻ എയർഫോഴ്സിൽ ചേരുമ്പോൾ എൻ്റെ 1 കിലോമീറ്റർ റേഡിയസിൽ 40-ലധികം പേരുണ്ടായിരുന്നു. ഇന്നൊരൊറ്റ ആളും കാണില്ല. അപ്പം ഇനിയും വരുന്ന തലമുറ ഇങ്ങനെ പോയാൽ നാം എങ്ങോട്ട്, നമ്മളാരും അറിയാപ്രാപ്തരായി പോകും കേരളത്തുകാർ. അതുകൊണ്ട് വ്യോമസേനയിൽ, നാവികസേനയിൽ, കരസേനയിൽ, മറ്റേ PR എല്ലാ പാരാമിലിറ്ററി നമ്മുടെ യുവാക്കളെ എത്തിക്കണം. സ്പോർട്സ് തന്നെ നല്ലൊരു മാർഗമാണ്. പരമ്പരാഗത നീളം ചുണ്ടൻ വള്ളങ്ങളോട് ഏറെ സാമ്യമുള്ളതാണ് ഡ്രാഗൺ ബോട്ടുകൾ. ഡ്രാഗൺ ബോട്ട് റേസിംഗ് എന്ന കായിക വിനോദത്തിന്റെ വേരുകൾ ദക്ഷിണ ചൈനയിൽ നിന്നുമാണ് ഉടലെടുത്തത്. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഒരു കായിക ഇനമായി ഡ്രാഗൺ ബോട്ടിനെ പ്രദർശിപ്പിച്ചിരുന്നു. ഡ്രാഗൺ ബോട്ട് ഇന്ത്യ ആൻഡ് ട്രഡീഷണൽ സ്പോർട്സ് ഫെഡറേഷൻ എന്ന ഇന്ത്യൻ സംഘടന ദേശീയ മത്സരങ്ങൾ നടത്തിവരുന്നുണ്ട്. ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ഡ്രാഗൺ ബോട്ട് ടീമിനെ വളർത്തിയെടുക്കണമെന്നാണ് നിരണം നിവാസികളുടെ ആഗ്രഹം. കൈരളി ന്യൂസ്, പത്തനംതിട്ട.